ആക്ടിവേഷൻ ആയി കഴിഞ്ഞു. ഇനി കമ്പനി പറയുന്നത് ബൈനറി പ്ലാൻ ആണ്. ലെഫ്റ്റ് റൈറ്റ് മാത്രം നമുക്ക് ആവശ്യമേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് റെഫറലിൻ്റെ ആവശ്യമില്ല. പല കമ്പനികളും ഇൻകം തരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് റൈറ്റും പോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ ഇവിടെ ലെഫ്റ്റ് റൈറ്റും നിർബന്ധമായിട്ട് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലൈൻ താഴെ ഒരു എൻട്രി വെച്ചാൽ പോലും അത് നമ്മുടെ പവർ സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുന്നതിനുള്ള ഇൻകം തരും. 100 BV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുന്നതിന് കമ്പനി ബൈനറി ഇൻകം ആയിട്ട് നൽകുന്നത് 1200 രൂപയാണ്. ഓക്കെ, ഈ 1200 രൂപ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുമ്പോൾ കിട്ടും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാച്ചിങ് ബോണസ് ആയിട്ട് ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചയും കമ്പനിയുടെ കട്ട് ഓഫ് ആണ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി കമ്പനിയിൽ പേയ്മെന്റ് കയറുന്നതായിരിക്കും. ഇനി കമ്പനിയുടെ ബൈനറിക്ക് പുറമെ സ്റ്റാർട്ടിങ്ങിൽ ഫാസ്റ്റ് ട്രാക്ക് റിവാർഡും സൂപ്പർ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻകം വെച്ചിട്ടുണ്ട്. എന്താണ് ഫാസ്റ്റ് ട്രാക്ക് റിവാർഡ്? അവിടെ നമുക്ക് റെഫറലിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ID വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ തന്നെ റെഫറൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വെക്കുകയാണെങ്കിൽ കമ്പനി ആബ്സല്യൂട്ട്ലി ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. അതാണ് ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് തരുന്ന സംഭവമാണ്. ഇനി സൂപ്പർ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ബോണസ് കൂടിയുണ്ട്. നമ്മൾ കൊണ്ടുവന്ന ഈ 2 വ്യക്തികളും അടുത്ത ഒരാഴ്ച കൊണ്ട് അവരുടെ ലെഫ്റ്റ് റൈറ്റും ഇതുപോലെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഒരു ബോട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് ബൈനറി കമ്മീഷൻ 2400 രൂപയും പ്ലസ് ഒരു 2000 രൂപ സൂപ്പർ ഫാസ്റ്റ് ട്രാക്കും നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത് ഫാസ്റ്റ് ട്രാക്കും സൂപ്പർ ഫാസ്റ്റ് ട്രാക്കും അടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഓപ്ഷനാണ്. ബൈനറിക്ക് ഇതുമായി യാതൊരു ബന്ധമില്ല. ബൈനറി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്യുന്നതിന് തന്നുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ കമ്പനി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ലെഫ്റ്റിൽ ഒരു 5 ഡിസ്ട്രിബ്യൂഷൻഷിപ്പും റൈറ്റിൽ ഒരു 5 ഡിസ്ട്രിബ്യൂഷൻഷിപ്പും വന്നാൽ 100 BV 100 BV വെച്ച് പറഞ്ഞാൽ 500 മാച്ച് ചെയ്യുമ്പോൾ ആ ആഴ്ചയിൽ ഇൻകം ആയിട്ട് നൽകുന്നത് 6000 രൂപയാണ്. അത് 10 ആയി കഴിഞ്ഞാൽ 1000 BV 1000 BVക്ക് 12000 രൂപയും. അങ്ങനെ ഒരു 10,000 BV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താൽ ആഴ്ചയിൽ ഇൻകം 1,20,000 രൂപ. 20,000 BV മാച്ച് ചെയ്താൽ 2,40,000. മാക്സിമം നമുക്ക് ഒരാഴ്ചയിൽ പരമാവധി നൽകുന്ന തുക എന്ന് പറയുന്നത് 30,000 BV ആണ്. ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബൈനറി പ്ലാൻ കൂടിയാണ്. 3,60,000. ഒരു മാസം 14,40,000 രൂപ വരെ ഒരു മാസം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൈനറി പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ഒരിക്കലുമല്ല. ഇത് ബൈനറി കമ്മീഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് റാങ്ക് റിവാർഡും അതുപോലെ തന്നെ റാങ്ക് മെയിൻ്റെനൻസും നമുക്ക് തരുന്നുണ്ട്. റാങ്ക് നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. റാങ്ക് അടിക്കാൻ നമുക്ക് വലിയ ക്രൈറ്റീരിയസ് ഒന്നുമില്ല. 100 BV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്താൽ ഫസ്റ്റ് റാങ്കാണ് സ്റ്റാർട്ടർ. 500 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റാങ്കായി ഇൻഷേറ്റർ. അതിൻ്റെ കൂടെ ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 1000 PV ആയാൽ ഫ്രീലാൻസർ, 2500 PV ആയ റൈഡർ, 5000 PV ആയ ബിൽഡർ, 10,000 PV ആയാൽ എക്സ്പേർട്ട്, 25,000 PV ആയാൽ ക്യാപ്റ്റൻ. 10,000 BV മുതൽ നമുക്ക് അഡീഷണൽ റിവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10,000 BV മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കമ്പനി നൽകുന്നത് 2 ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അത് ഗോവയിൽ ഒരു 7 സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ടായിരിക്കും പ്രോഗ്രാം നടക്കുക. നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. അത് അവിടെ നിന്ന് കമ്പനിയുടെ നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും പ്രോഗ്രാമുകളൊക്കെ ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത റാങ്ക് റിവാർഡായിട്ട് വരുന്നത് 25,000 BVയിലാണ്. 25,000 BV എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ റാങ്ക് അടിക്കും. ക്യാപ്റ്റൻ റാങ്ക് അടിക്കുന്ന ആളുകൾക്ക് ക്യാഷ് പ്രൈസ് ആയിട്ട് 25,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. ടോട്ടൽ നമ്മൾ 3 ലക്ഷം രൂപ വരുമാനം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 25,000 രൂപ ക്യാഷ് പ്രൈസ് കൂടി ഉണ്ടാവും. നെക്സ്റ്റ് റാങ്കിലേക്ക് പോകുമ്പോൾ ക്യാഷ് റിവാർഡായിട്ട് 50,000 രൂപ, അടുത്ത റാങ്കിൽ 1 ലക്ഷം, 1.5 ലക്ഷം, അങ്ങനെ 10 ലക്ഷം രൂപ വരെ നമുക്ക് ഓരോ റാങ്ക് അടിക്കുമ്പോഴും ക്യാഷ് റിവാർഡ് ഉണ്ടായിരിക്കും. കൂടാതെ ക്യാപ്റ്റൻ റാങ്ക് അടിക്കുന്നത് മുതൽ നമുക്ക് ഒരു മന്ത്ലി സാലറി എന്ന് പറയുന്ന രൂപത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വീക്കിലി ആണ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ആഴ്ചയിൽ 5,000 രൂപ വെച്ചിട്ട് മാസം 20,000 രൂപ ക്യാപ്റ്റൻ 25,000 BV മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് സാലറി രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മിനിമം ഒരു വോളിയം വെക്കണമെന്നുണ്ട്. അത് ആ റാങ്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആയിരിക്കും. അപ്പോൾ 20,000 രൂപ സാലറി. അടുത്ത റാങ്കിലേക്ക് എത്തുമ്പോൾ 40, 60, 80, 1 ലക്ഷം, 1,20,000 രൂപ വരെ സാലറി രൂപത്തിലൂടെ നമുക്ക് വരുമാനം കിട്ടാനുണ്ട്. ഇത്രയൊക്കെയാണ് കമ്പനിയുടെ ഇൻകം പ്ലാൻ. അതുപോലെ തന്നെ വിദേശ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ അത് എക്സ്ട്രാ വരുന്നതാണ്. കമ്പനിയുടെ ഫസ്റ്റ് ട്രിപ്പ് തായ്ലൻഡ് ട്രിപ്പ് ആയിരുന്നു. 280 ആളുകൾ തായ്ലൻഡിൽ പങ്കെടുത്തു. നെക്സ്റ്റ് ട്രിപ്പുകൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വരുമാനം ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. പിന്നെ റീറ്റെയിൽ പ്രോഫിറ്റ്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി റീറ്റെയിൽ പ്രോഫിറ്റ് ഒക്കെ ആയിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻകങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അവസരങ്ങളില്ല എന്ന് പറയാൻ കാരണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസരങ്ങളില്ല. സോ ഈ ഒരു കാലഘട്ടത്തിലാണ് ജിഗ് എക്കണോമി എന്നാണ് ഈ കാലഘട്ടത്തെ പറയുന്നത്. കാരണം ഇന്നൊരു സ്ഥിരം തൊഴിലെല്ലാം ചിന്തിച്ചിരിക്കാതെ സ്റ്റാർട്ടപ്പുകളുടെയും അല്ലെങ്കിൽ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന മേഖലകളുടെ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മളുടെ എഫേർട്ടിനനുസരിച്ച് ജോലിയിൽ നമുക്ക് വരുമാനം കുറവാണെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് നമ്മുടെ വലിയ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ അവസരം ഇവിടെ പ്രദാനം ചെയ്യുന്ന വിക്ടസ് ലൈഫ് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനി, ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നുള്ള അവാർഡ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവാർഡ് കരസ്ഥമാക്കിയ കമ്പനി.
അതിന്റെ റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കമ്പനി എങ്ങനെ ചൂസ് ചെയ്യും? കാരണം ഈ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഞാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കമ്പനി ഗ്രോ ചെയ്യും അല്ലെങ്കിൽ ഈ കമ്പനിയോടൊപ്പം നിൽക്കാമെന്ന് ഞാൻ ചൂസ് ചെയ്തത്? ഞാൻ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്? കാരണം ഇതിന്റെ മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ കമ്പനി ലോങ് ടൈം പോകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ്. വിഷൻ ഉള്ളവരായിരിക്കണം, സക്സസ്ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ഡെഡിക്കേഷനും അതിനുവേണ്ടിയുള്ള നോളജും എല്ലാം ഉള്ള ആളുകളായിരിക്കണം. സോ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ 20 വർഷമായി സക്സസ്ഫുൾ ആയിട്ട് ജീവിതം കംപ്ലീറ്റ് ചെയ്ത വ്യക്തികളാണ് ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. കമ്പനിയുടെ MD രഘുപതി നാഗേഷ് റാവു, അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ അദ്ദേഹം 20 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഈ മേഖലയിലൂടെ ഒരുപാട് വരുമാനം അദ്ദേഹം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, നിരവധി ആളുകളുടെ ജീവിതത്തിൽ കോടികൾ ഏൺ ചെയ്യാനായിട്ട് സഹായകരമായ വ്യക്തി, സാധാരണക്കാരായ വ്യക്തികളുടെ ജീവിതം മാറ്റിമറിച്ച വ്യക്തി. അദ്ദേഹം ബിസിനസ് ചെയ്ത സമയങ്ങളിലെല്ലാം ആ കമ്പനികളിലെല്ലാം തന്നെ ഏറ്റവും വലിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു പേഴ്സണാലിറ്റി. സോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഈ ബിസിനസ്സിനെ വലിയ രീതിയിൽ വളരാൻ സഹായിച്ച ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം കമ്പനിയുടെ CEO ആണ്. CEO ഇംദത്തുള്ള ഷെരീഫ്, അദ്ദേഹം ബാംഗ്ലൂർ കർണാടക സ്വദേശിയാണ്. അദ്ദേഹത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 20 വർഷമായി ഇന്ത്യയിലും വിദേശത്തും അടക്കം, അതായത് ഡയറക്ട് സെല്ലിങ്ങിന് ഏറ്റവും ശക്തമായ നിയമമുള്ള അമേരിക്കയിൽ ഉൾപ്പെടെ പല കമ്പനികളുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വർക്ക് ചെയ്ത് CEO, വൈസ് പ്രസിഡന്റ്, കൺട്രി ഹെഡ് പോലുള്ള വലിയ പൊസിഷനുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ. അദ്ദേഹം വർക്ക് ചെയ്ത സമയത്തെല്ലാം തന്നെ ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ ലെവലിൽ ബിസിനസ് ഉയർത്തി വലിയ ബ്രാൻഡുകളായി മാറിയ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ. സോ ഇവരുടെ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ആണ് ഈ ബിസിനസ്സിന് വലിയ രീതിയിലേക്ക് വളരാനായിട്ട് ഹെൽപ്ഫുൾ ആയത്. അതിനോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമുള്ള പ്രൊഡക്റ്റ്. ഏറ്റവും നല്ല ബിസിനസ് എന്താണ്? ഇന്ന് സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഏറ്റവും നല്ല ബിസിനസ്. ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു 10-20 വർഷം മുമ്പ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും ഉണ്ടെന്നുള്ളതാണ്. ഒരു വീട്ടിൽ 2-3 തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ മിനിമം ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണക്കുകൾ പറയുന്നത് ഒന്ന് നോക്കിയാൽ നമുക്ക് പേടിയാവുന്ന കണക്കുകളാണ്. ഇന്ന് 60% ആളുകളും ആങ്സൈറ്റിയുടെ സിംറ്റവുമായി ജീവിക്കുന്നു എന്നാണ്. 76% ആളുകളും സ്ട്രെസ്സിന്റെ സിംറ്റവുമായി ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മളുടെ 4-ൽ 3 പേരും സ്ട്രെസ് ഉണ്ട്, നമ്മൾക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതിന്റെ സിംറ്റംസ് ആയിട്ട് ജീവിച്ചു പോവാണ്. ഡിപ്രഷനോട് കൂടി 56% ആളുകൾ അതിന്റെ സിംറ്റവുമായി ജീവിക്കുന്നു. ഒബിസിറ്റി 79% ആളുകൾ. നമ്മുടെ ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് പറയുന്നത് നമ്മളുടെ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന, മദ്യപിച്ചിട്ടല്ലാതെ വരുന്ന ഫാറ്റി ലിവർ ആണ്. അത് ആണ് ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാം എടുത്തു പറയുന്നത്. അതിലേക്ക് വഴിവെക്കുന്ന അല്ലെങ്കിൽ എല്ലാ അസുഖങ്ങളിലേക്കും വഴിവെക്കുന്ന ഒരു കാര്യമാണ് ഒബിസിറ്റി. ഭൂരിഭാഗം പേരും 79% എന്ന് പറഞ്ഞാൽ 100-ൽ 79 പേരും ഒബിസിറ്റിയുടെ സിംറ്റവുമായിട്ടാണ് ജീവിക്കുന്ന. തടി വേണമെന്നില്ല ഒബിസിറ്റി ഉണ്ടാകാൻ. സോ ഭീകരമായൊരു ജീവിത രീതിയിലാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ഡിസീസ് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും സ്കിൻ ഡിസീസ് ആണെങ്കിലും തന്നെ ഇന്ന് നമ്മളെ പേടിപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ പോവുകയാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? അല്ലെങ്കിൽ എന്താണ് ഈ അസുഖങ്ങളുടെ പ്രത്യേകത? ഇതൊരു സിംറ്റം ഇല്ലാതെ വരും. ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒരു സിംറ്റം ഇല്ലാതെ നമ്മളിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പിന്നെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനേ സാധിക്കൂ. ഒരിക്കലും പഴയ പോലെ ആകില്ല. പിന്നെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനേ സാധിക്കൂ. പഴയ ലൈഫേ നമുക്കില്ല പിന്നീട്. ഇവിടെയാണ് ഇത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ വന്നാൽ എങ്ങനെ നാച്ചുറലി കൺട്രോൾ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നിൽ തുടങ്ങി അടുത്തടുത്ത പല ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകും. നമുക്കറിയാം, ഡയബറ്റിക് ആയി തുടങ്ങുന്ന ആളുകൾ ഗ്രാജുവലി ഹാർട്ട് ഡിസീസിലേക്കും കിഡ്നി ഇഷ്യൂസിലേക്കും ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്കും മറ്റു പല അസുഖങ്ങളിലേക്കും പോകുന്നത്. സോ ഇത് വരാതിരിക്കാൻ നോക്കണം. വന്നു കഴിഞ്ഞാൽ എങ്ങനെ നാച്ചുറലി കൺട്രോൾ ചെയ്യാം. ഇത് ആളുകളുടെ ഒരു ചിന്തയാണ്. എങ്ങനെയാണ് ഇത് ഹെൽത്തി ആയിട്ട് ഓർഗാനിക്കായി പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക? ലോകാരോഗ്യ സംഘടന പറയുന്നു നല്ല ഭക്ഷണം കഴിക്കാനാണ്. നല്ല പഴങ്ങളും പച്ചക്കറികളും ദിവസേന കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ആരോഗ്യപരമായിട്ട് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് കുറച്ചുകൂടി ആരോഗ്യപരമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്ഫുൾ ആകും. സോ ഇവിടെയാണ് നമ്മളുടെ പ്രൊഡക്റ്റുകളുടെ പ്രാധാന്യം. ഇന്ന് ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർഗാനിക് ആയിട്ടുള്ള, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, എഫിഷ്യൻസി ഉള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് അന്വേഷിക്കുന്നിടത്താണ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് റീജൻസ് ടെമ്പി. ഇതൊരു 360 അപ്രോച്ച് ഇൻ വെൽനസ്. അതായത് നമ്മുടെ വെൽനസ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? സ്വസ്ഥമായി ജീവിക്കുക, ശരീരത്തിനും മനസ്സിനും അല്ലെ, സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ്.
ഈ അവസ്ഥയിലേക്ക് പോകാൻ സഹായിക്കുന്ന രീതിയിൽ ടോട്ടലി നമ്മുടെ ശരീരത്തിന് ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് റീജൻസ്റ്റെമ്പി. കാരണം നമ്മുടെ ശരീരം എല്ലാം തന്നെ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്കറിയാം. സോ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഡാമേജ് ആണ് നമ്മളുടെ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത്. സോ സെല്ലുകളെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂലകോശത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റീജൻസ്റ്റെമ്പി. വലിയ സയൻസിന്റെ സപ്പോർട്ടോട് കൂടി, അതായത് ഇന്ന് ഏറ്റവും മോഡേൺ സയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ മൂലകോശങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പഴങ്ങളിൽ നിന്ന്, അതായത് ലോകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സിൽ നിന്ന്, ഗ്രീൻ ആപ്പിളിൽ നിന്നും മുന്തിരിയുടെ കുരുവിൽ നിന്നുള്ള സ്റ്റെം സെൽസിനോടൊപ്പം ഇന്ന് വൈറ്റമിൻസ് നമുക്കറിയാം, വൈറ്റമിൻ സിയും ഇയും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് നമുക്കറിയാം. അതിൻ്റെ എല്ലാം ആയിരക്കണക്കിന് മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള അസ്താറിയൽ എന്നുള്ള ഒരു ഇൻഗ്രീഡിയന്റോടുകൂടി ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൈമറി ആന്റി ഓക്സിഡന്റ് എന്നുള്ള പേരിൽ അമേരിക്കയിൽ പേറ്റന്റ് ചെയ്തിട്ടുള്ള FDA അപ്രൂവ് ചെയ്തിട്ടുള്ള SOD പോലുള്ള ഇൻഗ്രീഡിയന്റോടുകൂടി, അതായത് ലോക നിലവാരത്തിലുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു പാക്കറ്റിൽ 30 സാഷയാണ് ഉണ്ടാവുക. കമ്പനി 25 പറഞ്ഞിരുന്നെങ്കിലും കമ്പനി 30 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 25 സാഷയാണ് കമ്പനി ആദ്യമേ പറഞ്ഞിരുന്നത്. പക്ഷേ കമ്പനി ഇപ്പോൾ എല്ലാവർക്കും 30 സാഷ പുതിയ ഇതിലെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു സാഷ 2 ഗ്രാമാണ്. ഇത് പൊട്ടിച്ച് നാക്കിന് താഴെ വെക്കാനാണ് പറയുന്നത്. അത് നാക്കിന് താഴെ ഇടുന്നത് ഇതൊരു സബ്ലിംഗൽ പ്രൊഡക്റ്റ് ആണ്. 1% പോലും നഷ്ടപ്പെടാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഫുള്ളായി അബ്സോർവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആവും. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ചൂടുവെള്ളം, ഒരു ചെറിയ ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കഴിക്കാം. ശരീരം അബ്സോർബ് ചെയ്തോളൂ. സോ ഇത് നമ്മുടെ ശരീരത്തിൽ വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുവഴി നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. സമയപരിമിതി മൂലം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, കണ്ണിന്റെ കാഴ്ചശക്തി. നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. മൊബൈൽ ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും കണ്ണിന്റെ കാഴ്ച ബ്ലറാണ്. സോ കണ്ണിന്റെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യാൻ സ്റ്റെമ്പി വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ എല്ലുകളുടെ ബലം കൂട്ടും. ലേഡീസ് എല്ലാം ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുക എന്നെല്ലാം വലിയ പ്രശ്നമാണ്. സോ അവർക്ക് ഭയങ്കര ജോയിന്റ് പെയിൻസ് എല്ലാം ഉണ്ടാവും. അത് ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ആ ഒരു എല്ലുകളുടെ ബലം കൂട്ടാനും ജോയിന്റ് പെയിൻസ് എല്ലാം കറക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ന് നമുക്കറിയാം ഭൂരിഭാഗം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ. സോ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ശ്വാസം മുട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ വലിയ റിസൾട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ക്യാൻസർ പോലുള്ള, അതല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലുള്ള ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിലുള്ള അവസ്ഥയിൽ പോലും വലിയ റിസൾട്ട് വേഗത്തിൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നമുക്ക് ഇന്നൊരു പർപ്പസ് എന്നല്ല, വെയിറ്റ് ലോസിനോടൊപ്പം ഡയബറ്റിക് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ, മധുരമുള്ളതാണെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ മുടി തൊട്ട് നഖം വരെ ഗുണപ്പെടുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റീജൻസ്റ്റെമ്പി. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1% പോലും ഇതിൽ ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഇല്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ്, ലോക നിലവാരത്തിലുള്ള പ്രൊഡക്റ്റ് വളരെ കുറഞ്ഞ പ്രൈസിൽ വിക്ടസ് എന്നുള്ള കമ്പനി സാധാരണ ജനങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലോകത്ത് കോടീശ്വരന്മാർ മാത്രം അനുഭവിച്ചിരുന്ന ടെക്നോളജീസ് നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹെൽത്തിയായി അവരുടെ ജീവിതം ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് റീജൻസ്റ്റെമ്പി. സെക്കൻഡ് പ്രൊഡക്റ്റ്, ഒരു കോഫി ഉപയോഗിച്ചുകൊണ്ട് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. ലോകത്ത് പ്രമേഹ രോഗികൾ എടുത്തു നോക്കിയാൽ ഇന്ത്യ 1-ാമതാണ്. കേരളം 2nd, നമ്മൾ വേഗം എത്തും 1-ാമത്. ഇന്ത്യയിൽ ഫസ്റ്റ് തമിഴ്നാടാണെങ്കിൽ 2nd കേരളമാണ്. ഡയബറ്റിക് ആളുകളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രമേഹം എന്ന് പറയുന്നത് ഏറ്റവും ക്യാൻസറിനേക്കാൾ വില്ലനാണ്. ഇത് വരാതിരിക്കാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ എങ്ങനെ നാച്ചുറലി കൺട്രോൾ ചെയ്യാം. അതിനാണ് വിക്ടസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീക്കഫെ എന്നുള്ളൊരു കോഫി. ഒരു ബോക്സിൽ 30 സാഷ ഉണ്ടാവും. 15 ഗ്രാം വീതമുള്ള പാക്കറ്റാണ്. യാത്രകളിൽ പോലും കൊണ്ടു നടക്കാം. ഒരു പാക്കറ്റ് പൊട്ടിച്ചിടുക, ചൂടുവെള്ളം ഒഴിച്ചാൽ കോഫി റെഡി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫിയാണ്. നിങ്ങൾ ലൈഫിൽ കുടിച്ചതിൽ ഏറ്റവും ടേസ്റ്റി കോഫി ആയിരിക്കും ഇത്. ചെറിയ മധുരത്തോടു കൂടി. ഡയബറ്റിക് ആളുകളുടെ ഏറ്റവും വലിയ വിഷമം എന്താ? മധുരം ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൽ ഇൻബിൽട്ട് നാച്ചുറൽ ആയിട്ടുള്ള മധുരമുണ്ട്. ചെറിയൊരു മധുരം, ഒരു കയ്പുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡയബറ്റിക് ആകാനുള്ള സാധ്യത കുറയ്ക്കും. ഡയബറ്റിക് ആണെങ്കിൽ അദ്ദേഹത്തിന് നാച്ചുറലി അദ്ദേഹത്തിന്റെ പ്രമേഹത്തിന്റെ അളവ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗ്രാജുവലി മെഡിസിൻസ് ഒഴിവാക്കിയ ഒരുപാട് പേരുണ്ട്. സോ ഇത് പ്രമേഹത്തെ മാത്രമല്ല കറക്റ്റ് ചെയ്യുന്നത്. പ്രമേഹ രോഗികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഹാർട്ട് ഡിസീസ്. സൈലന്റ് അറ്റാക്ക് മാത്രമല്ല,
ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത്. സോ ഹൃദയത്തെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ ഒരു കോഫി സഹായിക്കും. നിങ്ങൾക്ക് പ്രമേഹമില്ലെങ്കിലും ഹൃദയം സ്ട്രെങ്തൻ ആയിട്ട് ഇരിക്കാൻ ഈ കോഫി ഉപയോഗിക്കാൻ സാധിക്കും. കൊളസ്ട്രോൾ, BP, യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു റിലീഫ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. സോ കുർക്കുമിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഇൻഫ്ലമേഷൻ കുറയ്ക്കും. ഒരു 11ഓളം ഹെർബ്സിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ പറയുന്ന വി കഫേ എന്നുള്ള കോഫി. നമ്മൾ ഇന്ന് കഴിക്കുന്ന കോഫിയോ ചായയോ ഒന്ന് മാറ്റി വി കഫേയിലേക്ക് മാറുകയാണെങ്കിൽ ഈ ജീവിക്കുന്ന കാലം കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി അസുഖങ്ങളെ മാറ്റി നിർത്തി ഹെൽത്തി ആയിട്ട് ജീവിച്ചു തീർക്കാനായിട്ട് സഹായിക്കും. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയോടൊപ്പം. കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് കോറോറാക് വി എന്നത്. 3 പ്രൊഡക്റ്റ് ആണ് വിക്ടസിനുള്ളത്. കോറോറാക് വി എന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഇതൊരു പ്രീമിയം ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. എന്താണ് പ്രീമിയം എന്ന് പറയാൻ കാരണം, ഇന്ത്യയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സാധാരണ ബെറീസോ ഫ്രൂട്ട്സോ വെച്ചാണ് ആളുകൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹെർബ്സ് കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. 36 ഇൻഗ്രീഡിയൻസ്, 15 ബെറീസ്, 11ഓളം ഫ്രൂട്ട്സ്, 10ഓളം ഹെർബ്സിന്റെ ഒരു സയന്റിഫിക്കൽ ബ്ലെൻഡ് ആണ് ഈ കോറോറാക് വി. 20 ml രാവിലെയും 20 ml വൈകിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എസെൻഷ്യൽ ഓയിൽസിന്റെയും കുറവ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് കോറോറാക് വി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷൻസ് കറക്റ്റ് ചെയ്തുകൊണ്ട് അസുഖങ്ങളെ കൺട്രോൾ ചെയ്ത് ശരീരത്തെ ഹെൽത്തിയായി ബിൽഡ് ചെയ്യാൻ സഹായിക്കും. സോ ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകാൻ ഏതൊരു കൊച്ചുകുട്ടിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കോറോറാക് വി. ഇത് ഉപയോഗിക്കുന്ന വഴി നമുക്ക് നല്ല ഉറക്കം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ഉറങ്ങാൻ വേണ്ടി ആളുകൾ കൊതിച്ച് നടക്കുകയാണ്. ഡീപ്പ് സ്ലീപ്പ് കിട്ടിയ കാലം മറന്നു. സോ ഡീപ്പ് സ്ലീപ്പ് എക്സ്പീരിയൻസ് ചെയ്യണോ, യൂസ് കോറോറാക് വി. ഡൈജഷൻ കറക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യും, രക്തക്കുഴലുകളെ ക്ലീൻ ചെയ്യാൻ സഹായിക്കും, രക്തം പ്യൂരിഫൈ ചെയ്യും. സോ ഇതുവഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. സ്കിന്നിനെ നല്ല ടോണിലേക്ക് മാറ്റും, സ്കിൻ ഡിസീസ് കറക്റ്റ് ചെയ്യാനും വെരിക്കോസ് വെയിൻ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാനും ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അത് മാത്രമല്ല ഇത് നമ്മൾക്ക് ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, മധുരമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും. ദെൻ നമ്മളുടെ ബ്രെയിനിന്റെ ഫോഗിങ്, ഇന്ന് കോവിഡിന് ശേഷം എല്ലാവർക്കും ഒരു മന്നിപ്പുണ്ട്. സോ ബ്രെയിൻ ഫോഗിങ് കറക്റ്റ് ചെയ്യാനും മെന്റൽ ക്ലാരിറ്റി കൊണ്ടുവരാനും കുട്ടികൾക്കെല്ലാം ഏകാഗ്രത കൂട്ടാനും എല്ലാം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ എനർജി ലെവലിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ജിൻസിങ് പോലുള്ള, അശ്വഗന്ധ പോലുള്ള ഹെൽത്തി ഹെർബ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ്. സോ ഇത് നമുക്ക് നല്ല സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ റിലീഫ് കിട്ടും. നിങ്ങൾക്ക് ഡിപ്രഷനിലാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളൂ, പെട്ടെന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. പെയിൻ ഉള്ള സമയത്ത് സ്പോട്ടിൽ പെയിൻ കുറയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കുറയ്ക്കും. നിരവധി ബെനഫിറ്റ്സ്. ഹാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ഹെൽത്തി ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. സോ നിരവധി ബെനഫിറ്റ്സ് ഉള്ളൊരു പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളെ ഒരു പരിധിവരെ മാറ്റി നിർത്തി ഹോസ്പിറ്റലുകളിൽ പോകാതെ ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകാൻ സഹായിക്കുന്ന രീതിയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് വിക്ടസ് എന്നുള്ള കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സമ്പന്നർക്ക് മാത്രം ഉപയോഗിക്കാൻ സാധിച്ചിരുന്ന പ്രൊഡക്റ്റുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായി ഏതൊരു സാധാരണക്കാരനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റിനോടൊപ്പം വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി കമ്പനി തരുന്നുണ്ട്. ഇതൊരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇതൊരു ബിഗ് ടൈം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ഇത്. ഈ അവസരം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭകരാകാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നാണ് റോബർട്ട് ടി കിയോസാക്കി എന്നുള്ള എക്കണോമിസ്റ്റ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ എല്ലാം ഉപദേഷ്ടാവായിരുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്, ലോക പ്രശസ്തനാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ലോകത്തിന് 4 തരത്തിലുള്ള ആളുകളുണ്ട്: എംപ്ലോയി, സെൽഫ് എംപ്ലോയി, ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ വ്യത്യാസം മാത്രം പറഞ്ഞുതരാം. എംപ്ലോയി, സെൽഫ് എംപ്ലോയി ഓൾമോസ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. രണ്ടുപേർക്ക് ഒരേ സ്വഭാവം തന്നെയാണ്. കാരണം ഇവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഇവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ഇവർ ലീവ് എടുത്തവർക്ക് വരുമാനം ഉണ്ടാകില്ല, ഇവരുടെ അഭാവത്തിൽ ഇവർക്ക് വരുമാനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വരുമാനം ലിമിറ്റഡ് ആയിരിക്കും. ഇവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. നമ്മുടെ കൂട്ടത്തിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ പണമില്ല, സമയമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ, അവർ എംപ്ലോയി, സെൽഫ് എംപ്ലോയി ആയിരിക്കും. നമ്മുടെ അടുത്ത് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെല്ലാം സെൽഫ് എംപ്ലോയി ആണെന്ന് ചുരുക്കം. കാരണം ഷോപ്പ് നടത്തുന്നതെല്ലാം സെൽഫ് എംപ്ലോയി ആണ്. ബിസിനസ് എന്ന് പറയുന്ന 100 കണക്കിന് ആളുകളെ
ഒരു സിസ്റ്റത്തിന്റെ സഹായത്താൽ വർക്ക് ചെയ്യിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ ആ ഓണറുടെ പ്രസൻസ് ആവശ്യം ഉണ്ടാകില്ല. അദ്ദേഹം ഇല്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യും. അതുപോലുള്ള ബിസിനസ്സുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റേഴ്സ്. ഈ രണ്ട് വിഭാഗത്തിന്റെ പ്രത്യേകത, ഇവർക്ക് സമയവും പണവും ആവശ്യത്തിനുള്ളത് കൊണ്ട് ജീവിതം ശരിക്കും ജീവിക്കുന്നത് ഇവരാണ്. ലോകത്തെ 95% പണവും ഇന്ന് ബിസിനസ്സുകാർ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ്. പക്ഷേ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം, ലോകത്തെ 5% താഴെ മാത്രമേ ഈ ബിസിനസ്സുകാർ ഇൻവെസ്റ്റേഴ്സും ഉള്ളൂ. ബാക്കി വരുന്ന 95% ആളുകളും 5% പണത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാകണമെങ്കിൽ ട്രഡീഷണൽ വേയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണം, കുറേ വർഷമെടുക്കും. എന്നാൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ്സുകാരനായും അതിലൂടെ ഒരു ഇൻവെസ്റ്ററായും മാറാൻ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതായത് പാസീവ് ഇൻകം. നമ്മുടെ അഭാവത്തിലും പ്രവർത്തികൾ നടക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഇന്ത്യയിൽ ലീഗലി അപ്രൂവ്ഡ് ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ ഇന്ന് ലീഗലി അപ്രൂവ്ഡ് ആണ്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിന് വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഇന്ന് ഇന്ത്യയിലെ പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് വിക്ടസ് എന്നുള്ളത്. നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്യാം. consumerhelpline.gov.in കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സെർച്ച് ബാർ ഉണ്ട് മേളിൽ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. consumerhelpline.gov.in gov.in എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സൈറ്റാണ്. സോ ആ സൈറ്റിൽ കയറി സെർച്ച് ബാറിൽ വിക്ടസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കമ്പനിയുടെ പേര് കാണാനായിട്ട് സാധിക്കും. അതായത് 100% ലീഗലായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് മൂല്യമുള്ള പ്രൊഡക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനി. ഈ കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇന്ന് വലിയ വരുമാനം എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കൊണ്ടുപോകുന്ന ബിസിനസ് മോഡൽ ഡയറക്ട് സെല്ലിംഗ് ആണ്. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യണം? നമുക്ക് ബിസിനസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു സാധാരണക്കാരൻ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻവെസ്റ്റ്മെന്റ് ആണ്. തുടങ്ങാൻ വേണ്ട സമ്പത്ത് അല്ലെങ്കിൽ അതിന് വേണ്ട എമൗണ്ട്. ഇവിടെ മിനിമം സ്റ്റാർട്ടപ്പ് കോസ്റ്റിൽ ചെയ്യാം. വളരെ നോമിനൽ ആയിട്ടുള്ള പണത്തിൽ ഈ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും. രണ്ടാമത്, ചെറിയ രീതിയിൽ തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിലും വലിയ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവസരമുണ്ട് ഇവിടെ. ദെൻ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും അതിന് വേണ്ട ട്രെയിനിങ് സപ്പോർട്ട് എല്ലാം തന്നെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ നമ്മളത് കണ്ടെത്തി പോകണം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കണം അതിനു വേണ്ടി. പക്ഷെ ഇവിടെ നമ്മളെ അന്വേഷിച്ചു വരും. നമ്മൾ തന്നെ നമ്മുടെ ബോസ്. നമുക്ക് ആരോടും ഒരു ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ വർക്ക്. നമ്മൾ അതിനു വേണ്ടി എത്രത്തോളം എഫോർട്ട് ഇടുന്നോ അതിനനുസരിച്ച് വരുമാനം കിട്ടും. പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഏത് ഏരിയയിൽ വേണമെങ്കിലും ഓഫ്ലൈനോ ഓൺലൈനോ ചെയ്യാം. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് കൾച്ചറാണ്. ഇത്ര സമയം ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ജീവിതത്തിൽ ഫ്രീഡം അറിയണമെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യണം. എന്താണ് സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ അറിയും. പിന്നെ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏതൊരു ബിസിനസിന്റെ ഏറ്റവും വലിയ തലവേദന. സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് കമ്പനി തന്നെ അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യും. സോ വിതൗട്ട് ഹെഡേക്ക്, യാതൊരു വിധത്തിലുള്ള തലവേദനകളും ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യാം. എന്താണ് ഡയറക്ട് സെല്ലിംഗ്, അല്ലെ എങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് വർക്ക് ചെയ്യുന്നത്? സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു ഉൽപ്പന്നം കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് മാനുഫാക്ചറിൽ നിന്ന് ഇടനിലക്കാരും പരസ്യക്കാരിലൂടെ ആയിരിക്കും. ഒരാൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതിൽ നിന്ന് ഇടനിലക്കാർ ആ ഉൽപ്പന്നങ്ങൾ പല പല സ്ഥലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആ ഉൽപ്പന്നത്തിന്റെ ബ്രാൻഡും അതിന്റെ ഉപയോഗവും പഠിപ്പിക്കാൻ പരസ്യമുണ്ടാവും. ഇടനിലക്കാരും പരസ്യക്കാരും ഒരു 50% എങ്കിലും ഉൽപ്പന്നത്തിന്റെ MRPയുടെ 50% അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. കാരണം അവരെല്ലാം വർക്ക് ചെയ്യുന്ന പ്രോഫിറ്റിന് വേണ്ടിയാണ്. ഇതുപോലെ ഒരു പാരലൽ മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ ഉൽപാദകരിൽ നിന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഡയറക്ട് സെല്ലേഴ്സിലൂടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന വ്യക്തികളിലൂടെ സാധാരണ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കും. ഇവിടെ ഇടനിലക്കാരനായും പരസ്യക്കാരനായും പ്രവർത്തിക്കുന്നത് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലേഴ്സ് ആണ്. അതുകൊണ്ട് 50% അവരിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വലിയ പരസ്യക്കാരെ പോലെ, അമിതാഭ് ബച്ചനെ പോലെയും ഷാരൂഖ് ഖാനെ പോലെയും മോഹൻലാലിനെ പോലെയും ഐശ്വര്യയെ പോലെയും എല്ലാം വലിയ എമൗണ്ട് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ഇവിടെ സാധാരണക്കാരായ ഓരോ വ്യക്തിക്കും കിട്ടും. വലിയ ഡിസ്ട്രിബ്യൂട്ടറെ പോലെ വലിയ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും ഗ്രാജുവലി സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഡയറക്ട് സെല്ലിംഗ് നല്ലതാണ്. എന്തുകൊണ്ട് വിക്ടസ് എന്നുള്ള കമ്പനി എടുക്കണം? ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഒരുപാട് കമ്പനികളുണ്ട്. വിക്ടസ് എന്നുള്ള കമ്പനി എടുക്കേണ്ട ഒന്നാമത്തെ കാര്യം കൺസിഡർ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിലാണ്. ഇന്ന് ലോക നിലവാരത്തിലുള്ള റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനിയാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തപ്പോൾ ഇന്ത്യയിൽ അവർ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് വേറെ, വിദേശത്ത് വേറെ പ്രൊഡക്റ്റ് ആയിരുന്നു.
അതായത് ഇന്ത്യയിൽ കൊടുക്കുന്നത് ലോക നിലവാരത്തിലുള്ള പ്രൊഡക്റ്റ് അല്ല, വിദേശത്ത് വേറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ ഇന്ത്യയിലും വിദേശത്ത് എവിടെയാണെങ്കിലും ഒരേ പ്രൊഡക്റ്റ് തന്നെ ലോകത്ത് എവിടെയും വിൽക്കാനായിട്ട് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോക നിലവാരത്തിലുള്ള പ്രൊഡക്റ്റ് വികസ്വര രാജ്യമായ ഇന്ത്യയിൽ പോലും വിൽക്കുന്ന കമ്പനി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻകം കൊടുക്കുന്ന ഇൻകം പ്ലാൻ, ഇത്രയും വരുമാനം കിട്ടുന്ന ഒരൊറ്റ ഇൻകം പ്ലാൻ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല. സോ ബെസ്റ്റ് കോമ്പൻസേഷൻ പ്ലാൻ, മാനേജ്മെന്റ് ലീഡർഷിപ്പ്. എല്ലാ കമ്പനികൾക്കും മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തുടങ്ങിയ കമ്പനികൾ, ഒരുപാട് കമ്പനികളുണ്ട്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും എക്സ്പീരിയൻസ് ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ തുടങ്ങിയ ബിസിനസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ അവിടെയാണ് വിക്ടസ് വ്യത്യസ്തമാവുന്നത്. ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു കമ്പനി ഗ്രോ ചെയ്യുന്നു എന്ന് അറിയണമെങ്കിൽ 3 കൊല്ലമെല്ലാം കഴിയണം. ആദ്യ വർഷം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനി എന്ന അവാർഡ് കിട്ടിയ കമ്പനി. സോ ആ കമ്പനിയെ ഒരു ലോകം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ വളർച്ച എന്തായിരിക്കും? ഓൾ ഓവർ ഇന്ത്യ ഇന്ന് 9 ഓഫീസുമായിട്ട് വർക്ക് ചെയ്യുന്നു. വെറും 1.5 വർഷം കംപ്ലീറ്റ് ചെയ്ത കമ്പനി 9 ഓഫീസ് ഓൾ ഓവർ ഇന്ത്യ, ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും പ്രസൻസ്. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ അസോസിയേഷൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ അസോസിയേഷനാണ് FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ഇതിൽ 1.5 വർഷം കൊണ്ട് മെമ്പർഷിപ്പ് കിട്ടിയ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി. എല്ലാ കമ്പനികളും 5ഉം 10ഉം വർഷം കൊണ്ട് മെമ്പർഷിപ്പ് കിട്ടുന്നതാണ്. സോ അത്രയും ലീഗലി, അത്രയും എത്തിക്കലി, അത്രയും സിൻസിയറായി ബിസിനസ് ചെയ്യുന്നുവെന്ന് അസോസിയേഷന് പോലും മനസ്സിലായ ഒരു കമ്പനി. സോ എന്തിന് നമ്മൾ ഇനി ആലോചിച്ച് നിൽക്കണം? നമുക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് വിക്ടസ് എന്നുള്ളത്. 7 രീതികളിൽ നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ഇൻകം, റീറ്റെയിൽ പ്രോഫിറ്റ്. എന്തുകൊണ്ട് റീറ്റെയിൽ, അല്ലെങ്കിൽ എന്തിന് നമ്മൾ റീറ്റെയിൽ ചെയ്യണം? ഡയറക്ട് സെല്ലിംഗിൽ റീറ്റെയിലിന്റെ അത്യാവശ്യം എന്താണ്? എല്ലാ ബിസിനസ്സും ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിക്കുക. നമ്മൾ ഉൽപ്പന്നം വാങ്ങിച്ച് വീട്ടിലിരുന്നത് കൊണ്ട് നമുക്ക് വരുമാനം വരില്ല. ആ ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തുമ്പോഴാണല്ലോ വരുമാനം വരിക. നമുക്ക് നല്ലൊരു ബിസിനസ്സുകാരനാകണമെങ്കിൽ ഏറ്റവും നല്ല ഉപദേശം എടുക്കാൻ സാധിക്കുക ഏറ്റവും നല്ല ബിസിനസ്സുകാരനിൽ നിന്നാണ്. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല ബിസിനസ്സുകാരിൽ ഒരാളാണ് ധീരുഭായ് അംബാനി. സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്ന് ലോക കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്ക് വളർന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത്, നമുക്കൊരു നല്ല ബിസിനസ്സുകാരനാകാനായിട്ട് ഒരു സീക്രട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നല്ലൊരു സെയിൽസ്മാൻ ആകുക. നല്ല സെയിൽസ്മാൻ ആയാൽ പതിയെ നമുക്ക് നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറാനായിട്ട് സാധിക്കും. സോ രണ്ടാമത്തെ വ്യക്തിയെ നമ്മൾ നോക്കിയാൽ ഹാൾട്ടൺ ബർഗ്സ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു ഡയറക്ട് സെല്ലർ, നമ്മളെ പോലുള്ള ഡയറക്ട് സെല്ലർ. 7 കോടിയിലധികം രൂപയാണ് ഒരു മാസത്തെ വരുമാനം. സോ അദ്ദേഹം പറയുന്നത്, ഒരു 20 കസ്റ്റമറെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു സസ്റ്റൈനബിൾ ഇൻകം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ, ഒരു സ്ഥിര വരുമാനം നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. ഒരു സസ്റ്റൈനബിൾ ആയ ഇൻകം കിട്ടാൻ ഒരു 20 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇന്ന് ബിടെക്കും മറ്റും കഴിഞ്ഞ പിള്ളേരെടുക്കുന്ന വരുമാനം നമുക്ക് വീട്ടിലിരുന്ന് എടുക്കാനായിട്ട് സാധിക്കും. സോ റീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. റീറ്റെയിൽ ചെയ്താലുള്ള പ്രോഫിറ്റ് എന്താണ്? അതിന് മുന്നേയായിട്ട് ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കൂടി പറഞ്ഞേക്കാം. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇത്ര എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഇവിടെ കമ്പനി വെക്കുന്ന 2 ഓപ്ഷൻസ്. 4 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 3 ഉൽപ്പന്നങ്ങളാണുള്ളത്. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എടുക്കാം. ഏത് വേണമെങ്കിലും, എത്ര ഓർഡർ വേണമെങ്കിലും എടുക്കാം. കാരണം എല്ലാം ഒരേ വിലയാണ്, ഒരേ പ്രോഫിറ്റ് ആണ്, ഒരേ പോയിന്റ് വാല്യൂ ആണ്. 4 യൂണിറ്റ് പ്രൊഡക്റ്റ് നമ്മൾ ബില്ല് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കേണ്ടി വരുന്നത് 9,996 രൂപയാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ബില്ലിങ്ങിൽ ഒരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അല്ല, അദ്ദേഹം 8 പ്രൊഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ 2 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഇതിൽ ഏറ്റവും വലിയ ബ്യൂട്ടി, ഈ പ്രൊഡക്റ്റുകളെല്ലാം കൊറിയറായിട്ട് ഇന്ത്യയിൽ എവിടെ എത്തിക്കും. നമ്മളിത് ചുമന്നുകൊണ്ട് നടക്കണ്ട. കസ്റ്റമറിന്റെ അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് എത്തിക്കും. ഒരു പ്രൊഡക്റ്റിന് വെറും 100 രൂപ കൊറിയർ ചാർജ് കൊടുത്താൽ മതി. സോ 100 രൂപ കൊറിയർ ചാർജിൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കും. നമ്മൾ ഈ ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ നമ്മുടെ പ്രോഫിറ്റ് എന്താണ്? ഞാൻ ഒരു 8 പ്രൊഡക്റ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. 8 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ MRP 3250 രൂപയാണ്. അതായത് 8 പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ 26,000 രൂപ മൂല്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. നമ്മൾ കമ്പനിക്ക് എത്രയാണ് പേ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് പേ ചെയ്യുന്നത്. 2,499 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ഒരു പ്രൊഡക്റ്റിന്. 8 പ്രൊഡക്റ്റിന് വേണ്ടി വരുന്നത് 19,992 രൂപ. അതായത് 19,992 രൂപ കൊടുത്തപ്പോൾ 26,000 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് നമുക്ക് തന്നു. റീറ്റെയിൽ പ്രോഫിറ്റ് 6,008 രൂപ. അതായത് ഒരു പ്രൊഡക്റ്റിന് 501 രൂപ വെച്ച് 8 പ്രൊഡക്റ്റിന് 6,008 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടി. 2 പ്രൊഡക്റ്റ് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതിൽ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാകില്ല, വിറ്റ് ക്യാഷ് ആക്കാം. സോ 6,500 രൂപ വിലയുള്ള 2 പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 12,508 രൂപ
പ്രോഫിറ്റ് ഉറപ്പിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏത് ബിസിനസ്സാണ് തുടങ്ങുമ്പോൾ തന്നെ ലാഭം ഉറപ്പിക്കാൻ സാധിക്കുന്നത്? 12,500 രൂപ പ്രോഫിറ്റ് ഉറപ്പിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 62.5% കൂടുതൽ പ്രോഫിറ്റ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ബിസിനസ്. ഇവിടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത ഹൈലി കൺസ്യൂമബിൾ ആണ്. യൂസ് ചെയ്താൽ തീർന്നു പോകും. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആളുകൾ വീണ്ടും വാങ്ങിക്കും. സോ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്കാണ് അടുത്ത പ്രോഫിറ്റ്. അതിന് ബിഗ്ഗസ്റ്റ് ചാമ്പ്യൻ എന്നാണ് കമ്പനി പറയുന്നത്. ഒരു കലണ്ടർ മന്തിൽ 1-ാം തീയതി തൊട്ട് 30-ാം തീയതിക്കുള്ളിൽ 10 യൂണിറ്റ് പ്രൊഡക്റ്റ് ബില്ല് ചെയ്യാൻ സാധിച്ചാൽ, അതായത് 250 പോയിന്റ് വാല്യൂ പ്രൊഡക്റ്റ് ബില്ല് ചെയ്താൽ ഒരു പ്രൊഡക്റ്റ് വീണ്ടും ഫ്രീ തരും. ഒരു കലണ്ടർ മന്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ആയിട്ട് പലപ്പോഴായിട്ട് 1-2 ഒക്കെ വെച്ച് 10 പ്രൊഡക്റ്റ് ബില്ല് ചെയ്താൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വീണ്ടും ഫ്രീ തരും. റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ 3,250 രൂപയിലുള്ള പ്രൊഡക്റ്റ് ഫ്രീ. മാത്രമല്ല, കമ്പനിയുടെ വെബ്സൈറ്റിൽ വിക്ടസ് ചാമ്പ്യൻ എന്നുള്ള പേരിൽ നമ്മുടെ ഫോട്ടോ ഫീച്ചർ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ റിറ്റെയിൽ ചെയ്യുന്നു എന്ന് ആ ലോകം മുഴുവൻ കാണും. സോ നമ്മളെ ബ്രാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ അടുത്തൊരു ഏറ്റവും റീറ്റെയിൽ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് റിറ്റെയിലർ ഓഫ് ദി മന്ത്. എല്ലാ മാസവും കമ്പനി നോക്കും ഏറ്റവും കൂടുതൽ റിറ്റെയിൽ ചെയ്ത ആളാരാണ്. അദ്ദേഹത്തിന് റിറ്റെയിൽ പ്രോഫിറ്റ് എല്ലാം കൂടാതെ 25,000 രൂപ ക്യാഷ് റിവാർഡ് കിട്ടും. സെക്കൻഡ് പ്രൈസ് 12,500 രൂപ. തേർഡ് പ്രൈസ് 6,000 റുപ്പീസ് ക്യാഷ് റിവാർഡായിട്ട് കൊടുക്കും. സോ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളല്ല. നമ്മൾ വളരെ ചെറിയ രീതിയിൽ വളരെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചിന്തിക്കുക. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, നമ്മൾ നിരന്തരം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഒരു മാസത്തിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ആഴ്ചയിൽ ഒരു പ്രൊഡക്റ്റ് ബില്ല് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരാഴ്ചയിൽ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 25 പോയിന്റ് വാല്യൂ പ്രൊഡക്റ്റ്. അങ്ങനെ 5 ആഴ്ച നമുക്ക് കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ സാധിച്ചാൽ 3,250 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഇല്ല, ആഴ്ചയിൽ 2 പ്രൊഡക്റ്റ് 50 പോയിന്റ് വാല്യൂ പ്രൊഡക്റ്റ് ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 5 ആഴ്ച അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ 6,500 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 4 പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ വീക്കിലി ബില്ല് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് 4 കസ്റ്റമർ ഉണ്ട്, 100 പോയിന്റ് വാല്യൂ. 4 ആഴ്ച അങ്ങനെ കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ സാധിച്ചാൽ 9,750 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കും. റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ 10 പ്രൊഡക്റ്റ് ഒരാഴ്ച ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ 250 പോയിന്റ് വാല്യൂ നമ്മൾ ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ആഴ്ച അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ 16,250 രൂപ വിലയുള്ള 5 പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരും. സോ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് റീറ്റെയിൽ ചെയ്താലുള്ള പ്രോഫിറ്റ്. ഇവിടെ 2 രീതിയിലാണ് വരുമാനം. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കസ്റ്റമറിന് കൊടുത്താൽ കിട്ടുന്ന പ്രോഫിറ്റാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് വലിയ വരുമാനം ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ഇതുകൂടി ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാം. കാരണം വലിയ വരുമാനം ആവശ്യമുണ്ടെങ്കിൽ വലിയ വോളിയം ബിസിനസ് നടക്കണം. വലിയ വോളിയം ബിസിനസ് നടക്കണമെങ്കിൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്കും വേണമെങ്കിൽ ഒരു ടീമിനെ ഉണ്ടാക്കാം. കമ്പനി പറയുന്ന 2 ടീമിനെ ബിൽഡ് ചെയ്യാനാണ്, 2 കമ്മ്യൂണിറ്റി. നമ്മുടെ 1ാമത്തെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഫസ്റ്റ് വീക്കിൽ നമ്മളൊരു അസോസിയേറ്റിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് ചിന്തിക്കുക. അദ്ദേഹത്തിന് ആവശ്യമുള്ള 8 പ്രൊഡക്റ്റ് ഉൽപ്പന്നം ബില്ല് ചെയ്തു എന്ന് ചിന്തിക്കുക. ടീമിലൂടെ വരുന്നതിനെ ഗ്രൂപ്പ് വോളിയം എന്ന് പറയും. ഇതെല്ലാം കറക്റ്റാണ്, 200 തന്നെ, പക്ഷേ ഗ്രൂപ്പ് വോളിയം എന്നുള്ള വേർഡ് ഉപയോഗിക്കും. നമ്മുടെ ടീമിലൂടെ 8 പ്രൊഡക്റ്റ് ബില്ലിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ 200 ഗ്രൂപ്പ് വോളിയം ബില്ലിംഗ് വന്നു. 2ാമത്തെ കമ്മ്യൂണിറ്റിയിലും 8 പ്രൊഡക്റ്റ് ബില്ലിംഗ് നടന്നു. സോ 200 ഗ്രൂപ്പ് വോളിയം ബിസിനസ് അവിടെയും വന്നു. ആ ആഴ്ച ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ 200 ഗ്രൂപ്പ് വോളിയം ബാലൻസ് ചെയ്തതിന്റെ 2,400 രൂപ കമ്മ്യൂണിറ്റി ബോണസായി നമുക്ക് ലഭിക്കും. നമ്മൾ ചെയ്തതിന്റെ അല്ല, നമ്മുടെ ടീം ചെയ്ത സെയിൽസിന്റെ പ്രോഫിറ്റ് ഷെയർ. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. നമ്മൾ അങ്ങനെ 2 പേര് കൂടി വന്നു പറഞ്ഞാൽ 3 പേര് കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. സോ നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു 500 ഗ്രൂപ്പ് വോളിയം ബില്ലിംഗ് വന്നു. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിലും ഒരു 500 ഗ്രൂപ്പ് വോളിയം ബില്ലിംഗ് നെക്സ്റ്റ് വീക്കിൽ വന്നു എന്ന് ചിന്തിക്കുക. അവിടെ ബാലൻസ് ചെയ്തിരിക്കുന്ന 500 ഗ്രൂപ്പ് വോളിയമാണ്. അതിനുള്ള 6,000 രൂപ ആ ആഴ്ചയിലും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കമ്പനി തരും. എല്ലാ ആഴ്ചയും ഒരുപോലെ ബിസിനസ് നടക്കണമെന്ന് നിർബന്ധമില്ല. ചില ആഴ്ചകളിൽ ചില ടീമിന്റെ ബിസിനസ് വോളിയം വേരി ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ, കമ്മ്യൂണിറ്റി 1ൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു 20 പ്രൊഡക്റ്റ് ബില്ല് ചെയ്തു എന്ന് ചിന്തിക്കുക. അതായത് 2,000 ഗ്രൂപ്പ് വോളിയം ബില്ലിംഗ് വന്നു. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 80 പ്രൊഡക്റ്റ് നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ബില്ല് ചെയ്തു. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിൽ 20 പ്രൊഡക്റ്റ് 1000 ഗ്രൂപ്പ് വോളിയം ബില്ലിംഗ് വന്നു എന്ന് ചിന്തിക്കുക. ഇവിടെ ബാലൻസ് ചെയ്തിരിക്കുന്ന 1000 ആണ്. 1000 ഗ്രൂപ്പ് വോളിയത്തിനുള്ള 12,000 രൂപ കമ്പനി നമുക്ക് ആ ആഴ്ചയിൽ അയച്ചു തരും. ബാലൻസ് ഉള്ള 1000 നെക്സ്റ്റ് വീക്കുകളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഒരിക്കലും നമ്മളിടുന്ന എഫോർട്ട് നഷ്ടപ്പെടുന്നില്ല. നമ്മളുടെ 2 ടീമിനെയും നമ്മുടെ 2 കണ്ണ് പോലെ ഒരേപോലെ നോക്കി നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ
നമുക്ക് ഹ്യൂജ് ആയിട്ട് സമ്പാദിക്കാൻ സാധിക്കും. മറ്റൊരാഴ്ചയിൽ നമ്മൾ 4000 ഗ്രൂപ്പുകളെയും നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ വന്നു ചിന്തിക്കുക. നമ്മുടെ പഴയ 1000 ഗ്രൂപ്പുകളെയും കൂടി ആഡ് ചെയ്ത് 5000 ഗ്രൂപ്പുകളെയും ബിസിനസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു 3000 ഗ്രൂപ്പുകളെയും ബിസിനസ് വന്നുള്ളൂ എന്ന് വിചാരിക്കുക. 3000 ഗ്രൂപ്പുകളെയും ബാലൻസ് ചെയ്തതിന്റെ 36,000 രൂപ നമുക്ക് തരികയും ബാലൻസ് 2000 ഗ്രൂപ്പുകളെയും ക്യാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് വോളിയം കൂടുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ടീം കൂടി ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അവരുടെ കഴിവും അവരുടെ സമയവും അവരുടെ എഫേർട്ടും എല്ലാം ആസ് എ ടീം നമുക്ക് എല്ലാവർക്കും ഗുണപ്പെടും. അങ്ങനെ വരുമ്പോൾ ബിസിനസ് വോളിയം കൂടും. അങ്ങനെ മറ്റൊരാഴ്ചയിൽ 8000 ഗ്രൂപ്പുകളെയും നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ബില്ലിംഗ് വന്നു എന്ന് ചിന്തിക്കുക. അവിടെ പഴയ 2000 ഗ്രൂപ്പുകളെയും കൂടി കിടപ്പുണ്ട്. 10000 ഗ്രൂപ്പുകളെയും ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു 6000 ഗ്രൂപ്പുകളെയും ബില്ലിംഗ് വന്നു എന്ന് ചിന്തിക്കുക. 6000 ഗ്രൂപ്പുകളെയും ബാലൻസ് ചെയ്തതിന്റെ 72,000 രൂപ ആഴ്ചയിൽ നമുക്ക് തരികയും ബാലൻസ് 4000 ഗ്രൂപ്പുകളെയും ക്യാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ സെക്കൻഡ് കമ്മ്യൂണിറ്റി കുറച്ച് മോശമായിട്ടാണ് വർക്ക് ചെയ്യുന്ന, കുറച്ചുകൂടി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഫോർട്ട് ഇട്ടാൽ ബിസിനസ് കൂടും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഒരു 10000 ഗ്രൂപ്പുകളെയും വന്നു എന്ന് വിചാരിക്കുക. പഴയ 4000 ഗ്രൂപ്പുകളെയും അവിടെ ഉണ്ട്. 20,000 ഗ്രൂപ്പുകളെയും ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു 20,000 ഗ്രൂപ്പുകളെയും ബില്ലിംഗ് വന്നു എന്ന് പറഞ്ഞാൽ ആ ആഴ്ച ബാലൻസ് ചെയ്തിരിക്കുന്ന 20,000 ഗ്രൂപ്പുകളെയുമാണ്. 20,000 ഗ്രൂപ്പുകളെയും ബാലൻസ് ചെയ്താൽ ഇൻറ്റു 12 2,40,000 രൂപ ആ ആഴ്ചയിൽ നമുക്ക് വരുമാനമായിട്ട് തരും. എത്ര ഗ്രൂപ്പുകളെയുമാണ് ബാലൻസ് ചെയ്യുന്നത്? 12 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ വരുമാനമായി. എത്ര വരെ നമുക്ക് തരാം? ഒരാഴ്ചയിൽ ഒരു അസോസിയേറ്റിന് പരമാവധി ലഭിക്കാവുന്ന വരുമാനം 30,000 ഗ്രൂപ്പുകളെയും ബാലൻസ് ചെയ്യുന്നതിൻ്റെയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയിലെ ടോട്ടൽ ബിസിനസ് ഒരു 30,000 നടന്നു. സെക്കൻഡ് കമ്മ്യൂണിറ്റിയിലും ആ ആഴ്ചയിൽ ഒരു 30,000 ബിസിനസ് നടന്നു. 30,000 ഗ്രൂപ്പുകളെയും ബാലൻസ് ചെയ്താൽ ആ ആഴ്ചയിലും നമുക്ക് 3,60,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് തരും. അതിന് പറയുന്ന കമ്മ്യൂണിറ്റി ബോണസ് എന്നാണ്. കമ്മ്യൂണിറ്റി ബോണസിന്റെ മാക്സിമം പേ ഔട്ട് ചെയ്യുന്നത് ഒരാഴ്ചയിൽ 3,60,000 രൂപ. അതായത് ഒരു മാസം 14,40,000 രൂപ ഒരു ടീമായി വർക്ക് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഏതൊരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. എങ്ങനെ അതിലേക്ക് എത്താം? അതിന്റെ സീക്രട്ടാണ് കമ്പനി പറയുന്നത്. വളരെ സിമ്പിളായി ഇന്ന് 5 പേര് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ് അവർ എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തേണ്ടത്? കൂടെയുള്ളവരെ വിജയിപ്പിക്കുക. നമ്മൾ വിജയിക്കുന്നതിനോടൊപ്പം കൂടെയുള്ളവരെ വിജയിപ്പിക്കുക. അതിനാണ് ക്വിക്ക് റീറ്റെയിലർ അവാർഡ് കൊടുക്കുന്നത്. എന്താണ് ക്വിക്ക് റീറ്റെയിലർ അവാർഡ്? നമ്മൾക്ക് ക്വിക്ക് റീറ്റെയിലർ അവാർഡിനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ, നമ്മൾ മിനിമം 4 പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതായത് 100 PV-യിലായിരിക്കണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂടെ വരുന്നവർ 100 PV-യിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. മിനിമം അത് 200 ആയാലും കുഴപ്പമില്ല, 300, 500, 1000 എത്ര വേണേലും എടുക്കാം. മിനിമം 100 എടുത്തിരിക്കണം. 100 ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 4 പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വീക്ക്, നെക്സ്റ്റ് വീക്കിനുള്ളിൽ നമ്മൾ 2 അസോസിയേറ്റിനെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 8 പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കമ്പനി നമ്മൾക്ക് കമ്മ്യൂണിറ്റി ബോണസ് കൂടാതെ 3,250 രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ഫ്രീ തരും. നെക്സ്റ്റ് വീക്കിനുള്ളിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വീക്ക് പ്ലസ് 2 വീക്കിനുള്ളിൽ നമ്മുടെ കൂടെ വന്ന ഈ 2 ഡിസ്ട്രിബ്യൂട്ടറെയും അസോസിയേറ്റിനെയും ക്വിക്ക് റീറ്റെയിലർ അവാർഡ് കരസ്ഥമാക്കാൻ സഹായിച്ചാൽ നമ്മൾക്ക് 2,000 രൂപ സൂപ്പർ ക്വിക്ക് റീറ്റെയിൽ അവാർഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനി റിവാർഡ് ചെയ്യും. ഈ ഒരു 2 സ്റ്റെപ്പ് 4 പ്രൊഡക്റ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും എത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്ന എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. 4 പ്രൊഡക്റ്റിന് വരുന്ന 9,996 രൂപയാണ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അതായത് ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് 751 രൂപ വെച്ച് 4 പ്രൊഡക്റ്റിന് 3,004 രൂപ പ്രോഫിറ്റ്, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റാണ് 4 പ്രൊഡക്റ്റ് എടുക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക. അതായത് 3,250 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കും. കൂടാതെ അദ്ദേഹം ക്വിക്ക് റീറ്റെയിലർ അവാർഡ് വിൻ ചെയ്യുമ്പോൾ 3,250 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അദ്ദേഹത്തിന് സൂപ്പർ ക്വിക്ക് റീറ്റെയിലർ ബോണസ് ആയിട്ട് 2,000 രൂപ കമ്പനി ക്യാഷ് റിവാർഡ് കൊടുക്കും. കമ്മ്യൂണിറ്റി ബോണസ് ആയിട്ട് മൊത്തം 300 ഗ്രൂപ്പ് വോളിയം ഫസ്റ്റ് ഓർഗനൈസേഷനിലും 300 ഗ്രൂപ്പ് വോളിയം സെക്കൻഡ് ഓർഗനൈസേഷനിലും നടന്നിട്ടുണ്ടാവും. 300 ഗ്രൂപ്പ് വോളിയം ബാലൻസ് ചെയ്തതിന്റെ 3,600 രൂപയും അദ്ദേഹത്തിന് ലഭിക്കും. അതായത് ഒരു 10,000 രൂപയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെറും 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താൽ പോലും 15,000-ൽ കൂടുതൽ പ്രോഫിറ്റ് വിതിൻ 2 വീക്സ് ഏൺ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ പറയുന്ന 10,000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ പോലും 15,000 രൂപയുടെ പ്രോഫിറ്റ് 2 ആഴ്ച കൊണ്ട് സിമ്പിളായി ഏൺ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് എ ബിസിനസ്. പണിയെടുക്കുന്നവർക്ക് എന്നുള്ളത് സ്റ്റാർ കണ്ടീഷൻ. പണിയെടുക്കുന്നവരെ കമ്പനി വലിയ രീതിയിൽ റെക്കഗ്നീഷൻസ് കൊടുക്കും. അതിനായി 13ഓളം പേരുകളിൽ റാങ്കുകളായി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിനും ടോട്ടൽ ഏണിങ്സിനും വീക്കിലി വെക്കുന്ന ബിസിനസ് വോളിയത്തിനുമെല്ലാം അടിസ്ഥാനപ്പെടുത്തി 13ഓളം പേരുകളിൽ 6 കോടിയിലധികം രൂപ വരെ ഏൺ ചെയ്യുന്നത് വരെ നമ്മളുടെ ഓരോ റാങ്കുകളായിട്ടുണ്ട്. സോ ഇതിൽ നമ്മളിപ്പോൾ
12 റാങ്കുകളിലെ ആളുകളുണ്ട്. ഒരേ ഒരു റാങ്ക് കൂടിയേ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഈ ചെറിയ സമയം കൊണ്ട് തന്നെ അത്രയധികം ഹ്യൂജായി ഏൺ ചെയ്ത വ്യക്തികൾ ഈ ബിസിനസ്സിലുണ്ട്. സോ ഇതിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ഓരോ റാങ്കിലേക്ക് എത്തുമ്പോഴും അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ് ലൈഫ് സ്റ്റൈൽ ബോണസ്. ലൈഫ് സ്റ്റൈൽ ബോണസ് ക്യാപ്റ്റൻ എന്നുള്ള റാങ്ക് തൊട്ടാണ് കിട്ടുന്നത്. അതായത് സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ക്യാപ്റ്റൻ എന്നുള്ള റാങ്കിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് ഒരു സ്ഥിര വരുമാനം പോലെയാണ്. എല്ലാ ആഴ്ചയിലും 5000 രൂപ എക്സ്ട്രാ. ഒരു നിശ്ചിത വോളിയം ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്താൽ എല്ലാ ആഴ്ചയിലും 5000 എക്സ്ട്രാ, മാസം 20,000 രൂപ എക്സ്ട്രാ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു കാർ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓരോ റാങ്കിലേക്ക് എത്തുമ്പോഴും അത് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാസം 2 ലക്ഷം രൂപ വരെ എക്സ്ട്രാ ലൈഫ് സ്റ്റൈൽ ബോണസ് ആയിട്ട് എടുക്കാം. ടൈക്കൂൺ എന്നുള്ള റാങ്കിൽ ആഴ്ചയിൽ 50,000 രൂപയാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. അതായത് മാസം 20,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ എക്സ്ട്രാ പ്രോഫിറ്റ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ബോണസാണ് ലൈഫ് സ്റ്റൈൽ ബോണസ്. സ്പെഷ്യൽ റിവാർഡ് ബോണസ്. സ്പെഷ്യൽ റിവാർഡ് ബോണസ് കമ്പനി ഓരോ റാങ്കിലേക്ക് എത്തുമ്പോഴും 25,000 രൂപ തൊട്ട് 10 ലക്ഷം രൂപ വരെ ക്യാഷ് റിവാർഡ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിരവധി പേരുകളിലായി ഹ്യൂജ് എമൗണ്ട് സമ്പാദിക്കാം. ഏതൊരു സാധാരണക്കാരൻ്റെയും ലൈഫ് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഇൻകമാണ് ഇതിലെ കമ്മ്യൂണിറ്റി ബോണസ്. അതായത് വീക്കിലി 30,000 PV ബാലൻസ് ചെയ്യുന്ന 3,60,000 രൂപ. ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ ഒരു 3 വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ നിങ്ങളെ വിളിച്ച വ്യക്തിയുടെ സഹായത്താൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ID ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ KYC സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ID ക്രിയേറ്റഡ് ആവും. സോ ID ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഓർഡർ ചെയ്യുക. നമ്മുടെ ID ആക്ടിവേറ്റ് ആവും. ID ആക്ടിവേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു സമ്പന്നതയിലേക്കുള്ള ഒരു വാതിൽ തുറന്നു എന്നർത്ഥം. എല്ലാ ബുധനാഴ്ചയും ബിസിനസ് ക്ലോസിംഗ് ആണ്. വ്യാഴാഴ്ച തുടങ്ങി ബുധനാഴ്ച ബിസിനസ് ക്ലോസ് ചെയ്ത് എല്ലാ വെള്ളിയാഴ്ചയും അക്കൗണ്ടിൽ ക്യാഷ് വരും. 99 ആഴ്ച കംപ്ലീറ്റ് ചെയ്തു. 99 ആഴ്ചയും എല്ലാ ആഴ്ചയിലും ഇൻകം കമ്പനി കൊടുത്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും എനിക്കും ഇൻകം വാങ്ങിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എവറി വീക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും. പണിയെടുക്കുന്ന വ്യക്തികൾക്ക് കണ്ടീഷൻ അതാണ്. സോ ഒരു വർഷത്തിൽ സാധാരണ ഒരാൾക്ക് ജോലി ചെയ്യുന്ന ആൾക്ക് 52 തവണയാണ് സാലറി എങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് 12 മാസമാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ 52 തവണ വരുമാനം എടുക്കാം. അതായത് ഒരു ജോലിക്കാരന് ഒരു വർഷം 12 തവണയാണ് സാലറി കിട്ടുക. എന്നാൽ ഇവിടെ 52 തവണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5 ഇരട്ടിയോളം വേഗത്തിൽ ജീവിതം വളർത്താനായിട്ട് സാധിക്കും. സോ കമ്പനിയുടെ ടാഗ് ലൈൻ തന്നെ ടുഗദർ വി റൈസ് എന്നാണ്. എന്തിനു വേണ്ടി ഒരുമിച്ച് വളരണം? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാരമ്പര്യം എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള വിക്ടസുമായി അസോസിയേറ്റ് ചെയ്യുക. കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. This is going to be an amazing product. Today, you already tasted it. How is it? You like it?